ക്രിസ്മസ് സമ്മാനമായി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. 62 ലക്ഷം പേർക്കാണ് ഇത്തവണ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലും കൈത്താങ്ങ് വേണ്ടവരെ ഒപ്പം ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ. ക്രിസ്തുമസ് പ്രമാണിച്ചാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്നത്. ആഘോഷകാലത്ത് സാധാരണക്കാരെ ചേർത്തുപിടിക്കുകയാണ് സർക്കാർ. ജോലി ചെയ്ത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവാൻ കഴിയാത്തവർ, രോഗബാധിതരായി കഴിയുന്നവർ, നിറകണ്ണുകളോടെ ഏറ്റുവാങ്ങുകയാണ് സർക്കാരിന്റെ ചേർത്തുപിടിക്കൽ. 91-കാരിയായ കാർത്തിയമ്മ പറയുന്നത് പണം നൽകുന്ന ആൾക്ക് അതിനുള്ള പുണ്യം കിട്ടുമെന്നാണ്. അവരുടെ സന്തോഷം നിറഞ്ഞ ചിരിയിൽ സാർത്ഥകമാകുന്നു സർക്കാർ തീരുമാനം. അമ്മ ചോദിക്കാനുണ്ടോ? അയാൾക്ക് ആ പുണ്യം തന്നെ മതി. നമുക്കിത് കിട്ടുന്നത് ഒരു ഗതിയില്ലാത്തവർക്ക് ഇത് വളരെ ഇതാണ്. ആശ്വാസത്തിനപ്പുറം ഈ ചേർത്തുവെക്കലിനെ എന്തു പേരിലാണ് വിശേഷിപ്പിക്കുക? കിട്ടുന്ന വലിയ കാര്യമല്ലേ, അതന്നെ സന്തോഷം. സുഖമില്ലാത്തതാണ്, സുഖമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന് കിട്ടാറുടെ കാര്യമല്ലേ. 27 ലക്ഷം പേർക്ക് ബാങ്ക് വഴി പെൻഷൻ നൽകുന്നതിനൊപ്പമാണ് വീടുകളിൽ എത്തി വിതരണം നടത്തുന്നത്. 33,800 കോടി രൂപയാണ് വിതരണം ചെയ്യുക. അത് വരും ദിവസങ്ങളിലും തുടരും. ക്ഷേമ പെൻഷനുമായി വീട്ടിലേക്കെത്തുന്ന ഒരു മനുഷ്യനെ കാത്തുനിൽക്കുന്നുണ്ട് കുറേ പേർ. ഈ കാണുന്ന അവരുടെ ചിരിയിലാണ് സർക്കാരിന്റെ കരുത്ത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.